സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രത്തിലേക്കാണ് പോകുന്നത്. സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം ഓഫ് BPSK. ലാസ്റ്റ് പറഞ്ഞത് റെപ്രസെന്റേഷൻ ഓഫ് BPSK ആണ്. ഇനി നെക്സ്റ്റ് സിഗ്നൽ കൺസ്റ്റലേഷൻ ഓഫ് BPSK. BPSKയില് S1 ഓഫ് ടി ഈസ് റെപ്രസെന്റഡ് ബൈ എന്തായിരുന്നു? റൂട്ട് ഓഫ് 2EB ബൈ TB കോസ് 2 FCT. അതുപോലെ S2 ഓഫ് ടി ഈക്വൽ ടു മൈനസ് റൂട്ട് 2EB ബൈ TB കോസ് 2 FCT. ബൈനറി മീൻസ് രണ്ട് സിഗ്നൽ ദേ ആർ ഫേസ് ഷിഫ്റ്റഡ് ബൈ 180 ഡിഗ്രി. സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രത്തിനകത്ത് നമ്മൾ 5 ഓഫ് ടി 5 ഓഫ് ടി ഇങ്ങനത്തുള്ള ഓർത്തോഗണൽ ബേസിസ് വെച്ചിട്ടാണ് സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഗ്രാംഷിത്ത് പ്രോസസ് ഉണ്ടായിരുന്നു ഓർത്തോഗണലൈസേഷന്റെ. അപ്പൊ അതിനകത്ത് വരുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 5 ഓഫ് ടി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ നമ്മളുടെ സിഗ്നൽ S1 ഓഫ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എനർജി ആണ്. എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ EB ആണ്. ഇപ്പൊ റൂട്ട് എനർജി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് EB ആണ്. ഓക്കെ, ഇങ്ങനെ ഗ്രാംഷിത്ത് പ്രോസസ്സിൽ ഓർത്തോഗണൽ ബേസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 5 ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സിഗ്നൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എനർജി. ഓക്കെ, റൂട്ട് ഓഫ് എനർജി EB ഈസ് ദ എനർജി. ഇപ്പൊ 5 ഓഫ് ടിനെ ഈ ഒരു ഫോമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ S1 ഓഫ് ടിന്റെ വാല്യൂ നമുക്കറിയാം അല്ലേ? റൂട്ട് 2EB ബൈ TB കോസ് 2 FCT ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്തുവരും? റൂട്ട് ഓഫ് 2EB ബൈ TB കോസ് 2 FCT ഇത് ദാറ്റ് ഈസ് S1 ഓഫ് ടി ഡിവൈഡ് ബൈ റൂട്ട് EB എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ റൂട്ട് EB ഉണ്ടല്ലോ, അപ്പൊ ആ റൂട്ട് EBനെ അങ്ങ് പുറത്തെടുക്കുകയാണ്. റൂട്ട് EB റിമൈനിങ് എന്ത് വരും? റൂട്ട് ഓഫ് 2 TB കോസ് 2 FCT ഡിവൈഡ് ബൈ റൂട്ട് EB. ഇത് ഗ്രാംഷിത്ത് ആ പ്രോസസ് ആണ്, സിഗ്നൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററിൽ റൂട്ട് ഓഫ് EB പുറത്തെടുത്തു. അപ്പോഴത്തേക്ക് ബാക്കി എന്ത് വരും? ഇപ്പോൾ റൂട്ട് EBയും ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് വിൽ ബി ഈക്വൽ ടു റൂട്ട് 2 TB കോസ് 2 FCT ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഇതെന്താണ്? 5 ഓഫ് ടി ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത്. 5 ഓഫ് ടിയുടെ വാല്യൂ എന്ത് വരും? റൂട്ട് ഓഫ് 2 TB കോസ് 2 FCT ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ ചെയ്ത S1 ഓഫ് ടി S2 ഓഫ് ടിന്റെ എക്സ്പ്രഷൻ എഴുതി. അതിൽ ഈ സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് 5 ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഷ്മിറ്റ് പ്രോസസ്സ് വഴി സിഗ്നൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എനർജി ആണ്. ഇവിടെ നമ്മളുടെ സിഗ്നലിന്റെ എനർജി എന്ന് വെച്ചാൽ EB ആണ്. സോ S1 ഓഫ് ടി ഡിവൈഡ് ബൈ റൂട്ട് EB. ഇവിടെ റൂട്ട് EB ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് 5 ഓഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് റൂട്ട് ഓഫ് 2 TB കോസ് 2 FCT. ഓക്കെ, ഇനി നമുക്ക് ഈ S1 ഓഫ് ടീനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ ആ S1 ഓഫ് ടീൻ്റെ എക്സ്പ്രഷൻ എഴുതുകയാണ്. നമ്മളുടെ S1 ഓഫ് ടി ഈക്വൽ ടു എന്തായിരുന്നു? റൂട്ട് ഓഫ് 2EB ബൈ TB കോസ് 2 FCT. ഇതിനെ ഈ 5 ഓഫ് ടീൻ്റെ ടേമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2TB ബൈ കോസ് 2 FCT നമുക്ക് 5 ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, S1 ഓഫ് ടിന്റെ എക്സ്പ്രഷൻ 5 ഓഫ് ടിന്റെ ടേംസിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ സിഗ്നൽ കൺസ്റ്റലേഷൻ വരുമ്പോഴത്തേക്ക് S1 ഇൻ ടേംസ് ഓഫ് 5 ഇങ്ങനെ വരണം. ഓക്കെ, S1 ഓഫ് ടിയുടെ ഈ എക്സ്പ്രഷൻ ഉണ്ട്. ഈ എക്സ്പ്രഷൻ എടുത്ത് ഇവിടെ എഴുതി. ഇനി ഇതിനെ നമ്മൾ 5ന്റെ ടേംസിൽ എഴുതാൻ പോവുകയാണ്. ഈ 5 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ EB മീൻസ് റൂട്ട് EB പുറത്തെടുത്ത് റൂട്ട് EB. ബാക്കി റിമൈനിങ് എന്താ? റൂട്ട് ഓഫ് 2 TB കോസ് 2 FCT ആണ് അല്ലേ? അതിൽ ദിസ് ഈസ് S1 ഓഫ് ടി. ഇത്രയും തന്നെ നമ്മൾ എന്തായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് റൂട്ട് 2B കോസ് 2 FCT. വെരി ഗുഡ്, ദാറ്റ് ഈസ് 5 ഓഫ് ടി. നമുക്ക് എങ്ങനെ എഴുതാം? S1 ഓഫ് ടി ഈക്വൽ ടു റൂട്ട് EB ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്
φ1 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് S1 എക്സ്പ്രഷൻ എന്ത് കിട്ടി? √TB φ1. അപ്പം ഈ S1യും S2യും ഇതെല്ലാം സെയിം. എന്ത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്? ഈ ഒരു മൈനസ് അതിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ S1 √TB φ1 ആണെങ്കിൽ നമുക്ക് S2 എങ്ങനെ എഴുതാം? എന്ത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്? ഒരു മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പം -√TB എന്തായിട്ട് എഴുതാം? φ1 ആയിട്ട് എഴുതാം. അപ്പൊ ഇവിടെ നമ്മൾ സിഗ്നൽ രണ്ടിനെയും ഇൻ ടേംസ് ഓഫ് ഓർത്തോഗണൽ ബേസിസ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്, ദാറ്റ് ഈസ് S1 ഈക്വൽസ് √TB φ1 ആൻഡ് S2 ഈക്വൽസ് -√TB φ1. ഓക്കെ, സിഗ്നൽ കൺസ്റ്റലേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിൽ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു 2 ഡയമെൻഷണൽ സ്പേസിലാണ് നമുക്ക് ഡയഗ്രാം വരയ്ക്കേണ്ടത്. BPSKയുടെ കേസിൽ 2 സിഗ്നൽസ് ആണ്. അത് ബൈനറി ഫേസ് ഷിഫ്റ്റഡ് ആണ്. അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. എനെ ഇൻ ടേംസ് ഓഫ് EB ആൻഡ് TB റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ ഒരു ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ വി നീഡ് φ1 വേണം. φ1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം സ്മിത്ത് പ്രോസസ് വെച്ചിട്ട് S1 ബൈ √ഓഫ് എനർജി ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? φ1 എക്സ്പ്രഷൻ √2/TB cos 2π FCT എന്ന് കിട്ടും. φ1 കിട്ടി. നമുക്ക് സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ S1 φ1 അതുപോലെ S2 φ2 അങ്ങനത്തെ ഉള്ള എക്സ്പ്രഷൻ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? നമ്മൾ S1 എക്സ്പ്രഷൻ എഴുതി. അതിൽ നിന്ന് ഈ √TB കോമൺ എടുത്തപ്പോഴത്തേക്ക് റിമൈനിങ് എല്ലാം φ1 ആണ്. അങ്ങനെ നമുക്ക് S1 ഈക്വൽ ടു √TB φ1 ആൻഡ് S2 ഈക്വൽസ് മൈനസ്, കാരണം എക്സ്പ്രഷനകത്ത് ഉള്ള ചേഞ്ച് എന്ന് വെച്ചാൽ മൈനസ് ഉള്ളു. അപ്പം -√TB φ1 എന്ന് കിട്ടി. ഓക്കെ, എന്തൊക്കെയാണ് കിട്ടിയത്? S1 ഈക്വൽസ് √EB φ1 ആൻഡ് S2 ഈക്വൽസ് -√TB φ1. ഇവിടെ ഈ രണ്ടും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഓർത്തോഗണൽ ബേസിസ് മാത്രം മതി, ദാറ്റ് ഈസ് φ1. നമ്മൾ സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം വയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് മാത്രം മതി? φ1 മാത്രം മതി. ഓക്കെ, നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഇപ്പം S1 ഈക്വൽസ് √EB φ1 പ്ലസ് ഇവിടെ φ2 ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? 0 φ2 എന്ന് എഴുതാം. അതുപോലെ S2 ഈക്വൽസ് എന്താണ്? -√EB φ1 ഇൻറ്റു പ്ലസ് 0 φ2. ഓക്കെ, ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതിക്കൂടെ? കാരണം ഇതിനകത്ത് ഒരു φ1 ഉള്ളൂ. അപ്പോൾ φ2 0 ആണ്. അപ്പോൾ φ2ന്റെ കോഎഫിഷ്യന്റ് രണ്ടും ഞാൻ 0 ആയിട്ട് കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു, ഇങ്ങനൊരു കോർഡിനേറ്റ് 2, 3 ഉണ്ടെങ്കിൽ ഇത് എക്സും വൈയും ആണെങ്കിൽ, അതുപോലെ ഇത് Z ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുമായിരുന്നു? Z is equal to 2x plus 3y എന്ന് എഴുതുമായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലല്ലേ കിടക്കുന്നത്? Z is equal to 2x plus 3y. അപ്പം ഇതിനെ കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ എന്തായിരുന്നു വരുന്നത്? 2, 3. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എക്സ്പ്രഷനെ കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √TB 0 എന്ന് വരത്തില്ലേ? നോക്കിക്കേ, ഉണ്ട്. ഇതൊരു 2/2 കോർഡിനേറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ 2x plus 3y എന്ന് എഴുതും, ദാറ്റ് ഈസ് Z. ഇവിടെ S1 ഈക്വൽ ടു ഈ ടേം എന്ന് പറയുന്നത് എക്സും, നമുക്ക് y ഇല്ല, φ2 ഇല്ല, φ2 0 ആണ്. രണ്ടിന്റെയും കോഎഫിഷ്യന്റ് 0 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് √EB 0, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? നമുക്ക് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു √EB എന്നുള്ളൊരു പോയിന്റ് ആയിട്ട് വരും. അതുപോലെ ഇതെന്തായിട്ട് വരും? നമ്മൾ എഴുതുമ്പോഴത്തേക്ക് -√EB ബൈയുടെ 0. അപ്പോൾ ഒരു പോയിന്റ് -√EB ആയിട്ട് വരും. ഇതാണ് നമ്മുടെ BPSKയുടെ സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം വരുന്നത്. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ 1 ഓർത്തോഗണൽ ഫംഗ്ഷൻ φ1. അതിൽ S1, ഓക്കെ, S1 എന്ന് പറയുന്നത് √EB ആയിരിക്കും. അതുപോലെ S2 എന്ന് പറയുന്നത് -√EB ആയിരിക്കും. സപ്പോസ് ഇത് 0 ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇവിടം വരെ √EB, ഇങ്ങോട്ടും √EB. ഓക്കെ, അപ്പോൾ എത്ര വരും? 2√EB ആയിരിക്കും ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് അപ്പം ഒരു ഫാക്ടർ കിട്ടുന്നത് ഡിസ്റ്റൻസ് ആണ്. BPS കേസിൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇതിന്റെ വാല്യൂ 1 ആണെങ്കിൽ
ഇതും -1 ആണെങ്കിലും ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്തായിട്ട് എടുക്കുന്നത്? പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് √TBയും ഇങ്ങോട്ടും -√TB. അപ്പൊ ആ ഡിസ്റ്റൻസ് വെച്ചാൽ ഇവിടെ √TB ആണ്, ഇവിടെ √TB ആണ്. അപ്പൊ 2√EB ആയിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിസ്റ്റൻസ് കൂടിയിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളുടെ എറർ കുറയും. കാരണം ഇത് റിസീവർ സൈഡിൽ മോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന സിഗ്നലിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മളുടെ സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഡിസ്റ്റൻസ് കൂടിയിരിക്കുകയാണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്യാതെ നമുക്ക് കറക്റ്റ് ഡിസിഷൻ എടുത്ത് അതിന്റെ റിസീവ്ഡ് സിഗ്നലിന് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കേസിൽ ഡിസ്റ്റൻസ് വരുന്നത് 2√EB ആണ്. ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എറർ കുറയും. ഓക്കെ, അപ്പം ഇതിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് BPSKയുടെ സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം ആണ്. അതുപോലെ വേരിയസ് ASK, FSK അതിന്റെ എല്ലാം സിഗ്നൽ കൺസ്റ്റലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡിസ്റ്റൻസും അതുപോലെ ബിറ്റർ റേറ്റിന്റെ കാൽക്കുലേഷൻസും കിട്ടും. അതിൽ നിന്ന് ഏതാണ് ബെറ്റർ പെർഫോം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത് മോഡ്യൂൾ 5 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം. അതിൽ സിഗ്നലിനെ ഇൻ ടേംസ് ഓഫ് φ1 നമുക്ക് രണ്ട് സിഗ്നലിനെയും ഇൻ ടേംസ് ഓഫ് φ1 റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സിഗ്നൽ കൺസ്റ്റലേഷൻ ഡയഗ്രാം വരുമ്പോഴത്തേക്ക് ഒന്ന് √TBയിലും മറ്റേത് -√TBയിലും ആയിരിക്കും. ഡിസ്റ്റൻസ് വരുന്നത് 2√TB ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.